എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദഷഷ്ടിയാണ്. മുരുകദേവൻ ശൂരപത്മാസുരനെ വധിച്ചതുമായി ബന്ധപ്പെട്ടിട്ടാണ് സ്കന്ദഷഷ്ടി നമ്മൾ ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ ഇതുവരെ സ്കന്ദപുരാണത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു എന്നുള്ള കാര്യമൊന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. അതായത് സ്കന്ദപുരാണം ഇതുവരെ കേട്ടിട്ടില്ലാത്ത എല്ലാവരും തന്നെയും ഇത് നിർബന്ധമായും കേൾക്കണം. ഇനി കേട്ടിട്ടുള്ളവരാണെങ്കിൽ പോലും അവർക്ക് അവരുടെ മനസ്സിൽ ആ കഥയൊന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് നാളത്തെ ദിവസം വ്രതമെടുക്കാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഒന്ന് പറഞ്ഞു പോകുന്നത്. ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇരുന്ന് ഈ കഥ ആദ്യം മുതൽ അവസാനം വരെ കേൾക്കണം. ഹരികൃഷ്ണ. 66 കോടി അസുരന്മാരുടെ ചക്രവർത്തിയായിരുന്നു അസുരേന്ദ്രൻ. അസുരേന്ദ്രൻ മംഗളകേശി എന്നു പേരുള്ള ഒരു രാക്ഷസിയെ വിവാഹം കഴിച്ചു. ആ രാക്ഷസ ദമ്പതിമാർക്ക് സുരസ എന്നു പേരായ ഒരു പുത്രി ജനിച്ചു. സുരസ വളർന്നു വലുതായപ്പോൾ അസുരഗുരുവായ ശുക്രാചാര്യർ അവളെ എല്ലാ വിധത്തിലുള്ള മായാജാലങ്ങളും അഭ്യസിപ്പിച്ചു. സുരസ പിന്നീട് മായ എന്ന പേരിൽ അറിയപ്പെട്ടു. ആ സമയത്ത് ഈ അസുരന്മാരുടെ ശക്തിയെല്ലാം ക്ഷയിച്ചു വരുന്ന കാലമായിരുന്നു. അതുകൊണ്ട് അസുരന്മാരുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ദേവന്മാരുടെ ശക്തി ക്ഷയിപ്പിക്കുന്നതിനും വേണ്ടി ശുക്രാചാര്യർ തൻ്റെ ശിഷ്യയായ മായയോട്, സുരസ എന്ന മായയോട് പറയുകയാണ്, അസുര രാജപുത്രി, മഹാവിഷ്ണുവാലും ദേവേന്ദ്രനാലും അനേകം താപസവര്യന്മാരാലും അനേകം കോടി അസുരവീരന്മാർ മരണപ്പെട്ടിട്ടുണ്ട്. നിന്റെ പിതാവായ അസുരേന്ദ്രനും ശക്തിയും സമ്പത്തും നഷ്ടപ്പെട്ട് ഇപ്പോൾ വിഷമിക്കുകയാണ്. അതുകൊണ്ട് അസുരകുലത്തെ സംരക്ഷിക്കേണ്ടുന്ന ദൗത്യം നീ ഏറ്റെടുക്കുക. ഉടനെ ഈ മായ ചോദിക്കുകയാണ്, കുലഗുരുവായ ശുക്രാചാര്യരോട് ചോദിക്കുകയാണ്, ഞാൻ എന്തു ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറയുകയാണ്, നീ നിന്റെ ശരീര സൗന്ദര്യത്താൽ കശ്യപ മഹർഷിയെ വശീകരിച്ച് കാമിപ്പിച്ച് പുത്രസൗഭാഗ്യം നേടിയെടുക്കണം. ആ പുത്രന്മാർക്ക് മാത്രമേ നമ്മുടെ കുലത്തിൻ്റെ ഐശ്വര്യങ്ങൾ വീണ്ടെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ശുക്രാചാര്യർ തൻ്റെ ശിഷ്യയായ മായയോട് പറയുന്നു. ഉടൻ തന്നെ ആചാര്യൻ്റെ ഉപദേശമെല്ലാം ശിരസാവഹിച്ച ശിഷ്യ മഹാമേരു പർവ്വതത്തിൻ്റെ ഉത്തരദിക്കിലുള്ള വനത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന കശ്യപ മഹർഷിയെ കാണുന്നതിനായിട്ട് പുറപ്പെടുകയും തപസ്സനുഷ്ഠിക്കുന്ന വനത്തിൽ മായ എത്തിച്ചേരുകയും കശ്യപ മഹർഷിയെ വശീകരിക്കുകയും ചെയ്യുന്നു. മായയുടെ വശീകരണത്തിൽ കശ്യപ മുനി വീണു പോവുകയും അങ്ങനെ അവർക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. സന്ധ്യ അസ്തമിച്ച ആദ്യയാമത്തിൽ ശൂരപത്മാസുരൻ ജനിച്ചു. കശ്യപ മഹർഷിയുടെയും മായയുടെയും വിയർപ്പു തുള്ളികളിൽ നിന്ന് 30 കോടി അസുരവീരന്മാർ ജനിച്ചു. പിന്നീട് ഈ ദമ്പതികൾ സിംഹത്തിൻ്റെ രൂപത്തിൽ രമിച്ചു എന്നും അതുകൊണ്ട് സിംഹമുഖാസുരൻ എന്ന അസുരൻ മായയിൽ ജനിച്ചു എന്നും സ്കന്ദപുരാണം പറയുന്നു. അതിനുശേഷം ആനയുടെ രൂപത്തിൽ ഈ ദമ്പതിമാർ രമിച്ചു. അതുകൊണ്ട് 4 കൊമ്പുകളും തുമ്പിക്കരവുമുള്ള താരകാസുരൻ പുത്രനായി അവർക്ക് ജനിച്ചു. ആ ഗജദമ്പതികളുടെ വിയർപ്പിൽ നിന്ന് 50 കോടി രാക്ഷസന്മാർ ജനിച്ചു. സിംഹരൂപത്തിൽ രമിച്ചപ്പോൾ അവരുടെ വിയർപ്പു തുള്ളികളിൽ നിന്ന് 40 കോടി രാക്ഷസ വീരന്മാരും ജനിക്കുകയുണ്ടായി. ആ ബന്ധത്തിൽ അവർക്ക് അജമുഖി എന്ന ഒരു രാക്ഷസി ജനിക്കുകയും ചെയ്തു. അങ്ങനെ ശൂരപത്മാസുരൻ, താരകാസുരൻ, സിംഹമുഖാസുരൻ, പിന്നീട് ഒരു പുത്രി, ആ പുത്രി അജമുഖി, ഇങ്ങനെ പ്രധാനപ്പെട്ട 4 സന്താനങ്ങൾ അവർക്കുണ്ടാവുകയും കൂടാതെ ധാരാളം അസുരവീരന്മാർ ജനിക്കുകയും ചെയ്യുന്നു. പിന്നീട് സന്താന ഉൽപാദനമെല്ലാം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ മായ എന്ന അസുര സ്ത്രീ കശ്യപ മഹർഷിയെ ഉപേക്ഷിച്ച് പോവുകയും ചെയ്തു. പിന്നീട് ശൂരപത്മാസുരനും താരകാസുരനും
സിംഹമുഖാസുരനുമൊക്കെ പരമേശ്വരനെ തപസ്സു ചെയ്യുകയും ഭഗവാനിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുക്കുകയും തങ്ങളെ മറ്റാരും വധിക്കുകയില്ല എന്നുള്ള ഒരു വരം ശൂരപത്മാസുരൻ നേടിയെടുക്കുകയും, അതായത് ദേവന്മാരാലോ അസുരന്മാരാലോ മനുഷ്യരാലോ ആരും തന്നെയും വധിക്കപ്പെടുകയില്ല, അഥവാ ഇനി വധിക്കപ്പെടണമെങ്കിൽ അത് പരമേശ്വരൻ തന്നെ വധിക്കണം എന്ന നിലയിലുള്ള വരമാണ് ശൂരപത്മാസുരൻ നേടിയെടുത്തത്. ഈ വരബലങ്ങളുടെ എല്ലാം അനുഗ്രഹത്താൽ അവർ 3 ലോകങ്ങളും ആക്രമിച്ച് കീഴടക്കുകയും ദേവന്മാരെയെല്ലാം തങ്ങളുടെ അധീനതയിൽ നിർത്തുകയും പലരെയും പിടിച്ച് തടവറയിലാക്കുകയും മറ്റു പലരെയും ദേവേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ തങ്ങളുടെ ആശ്രിതന്മാരായി നിർത്തുകയും ചെയ്യുന്നു. പല ദേവന്മാരെ കൊണ്ട് മീനൊക്കെ മേടിച്ച്, അതായത് കടലിൽ പോയി മീൻ പിടിച്ചുകൊണ്ട് വന്ന് അന്തഃപുരത്തിൽ കൊടുക്കുന്ന അങ്ങനെയുള്ള ജോലികൾ വരെ ഏൽപ്പിച്ചു. അങ്ങനെ എല്ലാവരെയും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ശൂരപത്മാസുരനും മറ്റുള്ളവരും. അങ്ങനെ ഈ അസുരന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ ദേവേന്ദ്രൻ തപസ്സിനായി പോവുകയും ചെയ്തു. അതായത് കാട്ടിൽ ഒളിച്ചു താമസിക്കുകയാണ്. എന്നിട്ട് ഒരു നിവൃത്തിയുമില്ലാതെ ബ്രഹ്മദേവൻ്റെ അടുക്കൽ ചെന്നിട്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ ബ്രഹ്മദേവൻ പറഞ്ഞു, ശിവപുത്രന് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മദേവൻ പറയുകയും ചെയ്തു. അതോടുകൂടി എന്തു ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയായി. കാരണം ആ സമയത്ത് മഹേശ്വരൻ സതീദേവിയുടെ ദേഹവിയോഗത്താൽ തപസ് അനുഷ്ഠിക്കുകയാണ്. മറ്റൊരു വിവാഹത്തിന് അദ്ദേഹം സമ്മതിക്കുന്നില്ല. ആ നിലയിൽ അദ്ദേഹം തപസ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തു ചെയ്യും എന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടി, ദേവന്മാരെല്ലാവരും കൂടി കൈലാസത്തിലെത്തുകയും മഹേശ്വരനെ കണ്ട് തങ്ങളുടെ സങ്കടങ്ങളെല്ലാം പറയുകയും ചെയ്തു. ഒരു തീരുമാനം എടുക്കാം, എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കാം എന്ന നിലയിൽ ദേവന്മാരെ ആശ്വസിപ്പിച്ച് മഹാദേവൻ പറഞ്ഞയക്കുകയും ചെയ്തു. ആ സമയത്താണ് ഹിമവാന്റെ പുത്രിയായി പാർവതീദേവി ജനിക്കുന്നത്. പാർവതീദേവി വളരെ ചെറുപ്രായത്തിൽ തന്നെ മഹേശ്വരനെ വിവാഹം കഴിക്കണം എന്ന് ആഗ്രഹിച്ച് അച്ഛൻ്റെ അനുവാദവും വാങ്ങി തപസ് അനുഷ്ഠിക്കുകയാണ്. അങ്ങനെ തപസ്സിൽ സംപ്രീതനായ മഹേശ്വരൻ പാർവതീദേവിയെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ വിവാഹം കഴിച്ചു. കുറേ കാലം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല. അതോടുകൂടി വിവാഹമൊക്കെ നടന്നല്ലോ, തങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമല്ലോ എന്ന് കരുതിയിരുന്ന ദേവന്മാർക്ക് നിരാശയായിരുന്നു ഫലം. പാർവതീദേവിയെ വിവാഹം കഴിക്കുന്നതിനു മുമ്പ് പരമേശ്വരൻ തപസ്സു ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് കാമദേവൻ ഭഗവാന്റെ നേരെ മലരം പെയ്യുന്നതും മഹാദേവന്റെ തൃക്കണ്ണുകളിൽ നിന്ന് വമിച്ച അഗ്നി കൊണ്ട് കാമദേവൻ മരണപ്പെടുന്നതും. ചാരമായി പോയി. അന്ന് രതീദേവി കരഞ്ഞുകൊണ്ട് മഹേശ്വരനോട് ചോദിച്ചപ്പോൾ മഹേശ്വരൻ അനുഗ്രഹം നൽകുന്നുണ്ട്. ഞാൻ എപ്പോഴാണോ പാർവതീദേവിയെ വിവാഹം കഴിക്കുന്നത് ആ സമയത്ത് കാമദേവന് പുനർജന്മം നൽകാമെന്ന്. അതനുസരിച്ചിട്ട് പാർവതീദേവിയുമായുള്ള വിവാഹ സമയത്ത് കാമദേവന് പുനർജന്മം നൽകുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് മഹേശ്വരൻ പുനർജന്മം നൽകിയ കാമദേവന് പൂർണ്ണ കലാംശമില്ലായിരുന്നു. അതായത് പൂർണ്ണമായ എല്ലാ കഴിവുകളോടും കൂടിയ കാമദേവനെ അല്ല ജനിപ്പിച്ചത്. അങ്ങനെ പൂർണ്ണ കലകളോട് കൂടിയ കാമദേവൻ വീണ്ടും ജനിച്ചത് ദ്വാപരയുഗത്തിൽ ശ്രീകൃഷ്ണൻ്റെയും രുക്മിണീദേവിയുടെയും പുത്രനായിട്ടാണ്. ആ കഥയൊക്കെ ഭാഗവതം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ മഹേശ്വരൻ്റെ വിവാഹം കഴിഞ്ഞു. വളരെ കാലമായി. പക്ഷേ പാർവതീദേവിക്ക് കുട്ടി ഉണ്ടാകുന്നില്ല. അങ്ങനെ വിഷമിച്ച ദേവന്മാരെല്ലാവരും കൂടി വീണ്ടും കൈലാസത്തിലെത്തി ഭഗവാനോട് സങ്കടം പറയുന്നു. ആ സമയത്താണ് മഹേശ്വരൻ 6 മുഖനായി കാണപ്പെട്ടത്. അതായത് പഞ്ചമുഖത്തോടു കൂടി പലരും മഹാദേവനെ കണ്ടിട്ടുണ്ട് എങ്കിലും സന്യാസിമാർ മാത്രം കണ്ടുകൊണ്ടിരുന്ന 6 മുഖത്തോടു കൂടി മഹേശ്വരനെ കാണപ്പെടുകയും മഹേശ്വരൻ്റെ തൃക്കണ്ണുകളിൽ നിന്നും, അതായത് അറുമുഖത്തോടു കൂടി കാണപ്പെട്ട മഹേശ്വരൻ്റെ തൃക്കണ്ണുകളിൽ നിന്ന്, നെറ്റിക്കണ്ണുകളിൽ നിന്ന് തീപ്പൊരികൾ ചിതറി. ആ അഗ്നിസ്ഫുലിംഗങ്ങൾ സകല ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് 6 സ്ഥാനങ്ങളിൽ സ്വർണ്ണവർണ്ണ പ്രഭ വിതറി ആളിപ്പടർന്നു നിന്നു.
ആ അവതാരങ്ങളിൽ കൂടി അത്ഭുതങ്ങൾ അനേകം സംഭവിച്ചുവെങ്കിലും ഒരൊറ്റ ജീവന് പോലും യാതൊരു നാശവും സംഭവിച്ചില്ല. ദേവന്മാർ ഭയന്നു. തങ്ങളെ രക്ഷിക്കണം എന്ന് അവർ അപേക്ഷിച്ചു. ആ സമയത്ത് തൻ്റെ തൃക്കണ്ണുകളിൽ നിന്ന് ബഹിർഗമിച്ച അഗ്നിജ്വാലകൾ തൻ്റെ മുമ്പിൽ തന്നെ വരട്ടെ എന്ന് മഹേശ്വരൻ മനസ്സിൽ നിരൂപിക്കുകയാണ്. ആ സമയത്ത് ആ ശിവാഗ്നി നാളങ്ങൾ ഉടൻ തന്നെ 6 രൂപങ്ങൾ പ്രാപിക്കുകയും തിരുസന്നിധിയിൽ ഭവ്യതയോടുകൂടി തൊഴുത് വണങ്ങി നിൽക്കുകയും ചെയ്തു. ദിവ്യപ്രഭ ചൊരിയുന്ന ആ ഷഡ്ജ്യോതിസുകളെ വീക്ഷിച്ച് പരമേശ്വരൻ മന്ദഹസിച്ചു. ദേവന്മാർ ആശ്വസിച്ചു. അഗ്നിദേവനെയും വായുദേവനെയും മഹേശ്വരൻ അടുത്തു വിളിച്ചു. എന്നിട്ട് മഹേശ്വരൻ അവരോട് പറയുകയാണ്, ദേവന്മാരെ, ഈ ശിവജ്യോതിസുകളെ നിങ്ങളുടെ കൈകളിൽ വഹിച്ചു ചെന്ന് ഗംഗാനദിയിൽ ഒഴുക്കിയാലും ഗംഗാനദി ഈ പ്രഭാപൂരങ്ങളെ ശരവണപ്പൊയ്കയിൽ എത്തിക്കുന്നതാണ്. ഇത് കേട്ടതും അഗ്നിദേവനും വായുദേവനും ഭയപ്പെട്ടു. കാരണം ഈ അഗ്നിജ്യോതിസുകളുടെ ചൂടേറ്റിട്ട് പ്രപഞ്ചം പോലും പൊള്ളുന്നു. ആ സമയത്ത് ഈ അഗ്നിജ്വാലകളെ എങ്ങനെയാണ് കയ്യിൽ കൊണ്ടുപോകുന്നത്? അതിന് സാധിക്കുമോ എന്നവർ ഭയപ്പെടുകയും അവരുടെ ആശങ്ക മഹേശ്വരനോട് പറയുകയും ചെയ്തു. അപ്പോൾ മഹേശ്വരൻ പറഞ്ഞു, ഭയക്കണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല, ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഈ ശിവജ്യോതിസുകളെ കയ്യിൽ ഏന്തിക്കൊണ്ട് അഗ്നിദേവനും വായുദേവനും ഗംഗാദേവിയെ ലക്ഷ്യമാക്കി നടക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം ഇടയ്ക്കിടയ്ക്ക് കൈമാറി ഈ ശിവജ്യോതിസുകളെയും കൊണ്ട് ഗംഗാനദിയുടെ തീരത്ത് എത്തുകയും അങ്ങനെ ഭക്തിയോടുകൂടി ഈ ശിവജ്യോതിസുകളെ ഗംഗാനദിയിൽ അർപ്പിക്കുകയും ചെയ്തു. അതോടുകൂടി ഈ ശിവജ്യോതിസുകളുടെ ആ ശക്തിയാൽ ഗംഗാജലം തിളച്ചു മറിഞ്ഞു. ഗംഗാദേവി വളരെ ശ്രദ്ധയോടുകൂടി ആ ശിവാഗ്നി കിരണങ്ങളെ തൻ്റെ കൈകൾ കൊണ്ട് താലോലിച്ച് ശരവണപ്പൊയ്കയിൽ എത്തിച്ചു. ഇതെല്ലാം കണ്ടുകൊണ്ട് ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി സകല ദേവന്മാരും അവിടെ ഉണ്ടായിരുന്നു. ആകാംക്ഷയുടെ നിമിഷങ്ങൾ. അരൂപമായും രൂപമായും ആദിയായും അനാദിയായും ഒന്നായും മൂന്നായും പലതായും പരബ്രഹ്മമായും കാണപ്പെടുന്ന മഹേശ്വര ജ്യോതിസ് ഒരു ശിശുവിൻ്റെ ഉടൽ അങ്ങനെ കൈക്കൊള്ളുകയാണ്. പരാത്പര പ്രഭ ചൊരിയുന്ന 6 തിരുമുഖങ്ങളും 12 ഭുജങ്ങളും കൊണ്ട് ലോകരക്ഷാമൂർത്തിയായ മുരുകദേവൻ അങ്ങനെ ശരവണപ്പൊയ്കയിൽ അവതരിക്കുന്നു. അതോടുകൂടി മുരുകൻ ദേവന്മാരെ രക്ഷിക്കുന്നതിന് വേണ്ടി ശരവണപ്പൊയ്കയിൽ അവതരിച്ചിരിക്കുകയാണ്. മഹേശ്വരൻ തന്നെയാണ് മുരുകൻ. മുരുകനും മഹേശ്വരനും ഭിന്നരല്ല. അങ്ങനെ ആ കുഞ്ഞിനെ താലോലിച്ച് വളർത്തുന്നതിന് വേണ്ടി ആരെയാണ് ഏൽപ്പിക്കുന്നത് എന്ന് ദേവന്മാർ ആലോചിക്കുകയും മഹാവിഷ്ണുവിൻ്റെ നിർദ്ദേശപ്രകാരം കാർത്തിക മംഗമാരെ സ്മരിക്കുകയും അവരവിടെ എത്തിച്ചേരുകയും ചെയ്യുന്നു. കുഞ്ഞിനെ മുലപ്പാലൂട്ടി വളർത്തുന്നതിനായി കാർത്തിക മംഗമാരെ മഹാവിഷ്ണു നിയോഗിച്ചു. അങ്ങനെ അവരാ ജോലി ഏറ്റെടുക്കുന്നു. ശരവണപ്പൊയ്കയിൽ ചുറ്റിനിന്ന കാർത്തിക മംഗമാർ ചെന്താമരപ്പൂവിനുള്ളിലെ ശിശുവിനെ കണ്ട് ആനന്ദത്തോടു കൂടി അവരാ കുഞ്ഞിനെ വാരിയെടുക്കുന്നു. ആ സമയത്ത് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന മാതൃത്വം ഉണരുന്നു. അവരുടെ മാറിടങ്ങൾ ചുരത്തുന്നു. കുഞ്ഞിനെ പാലൂട്ടുന്നതിനായി അവർ മത്സരിച്ചു. ഞാൻ ആദ്യം മുലപ്പാൽ നൽകാം, ഞാൻ നൽകാം എന്ന് പറഞ്ഞ് അവർ തമ്മിൽ ഒരു മത്സരം പോലും ഉണ്ടായി. അങ്ങനെ അവരുടെ സ്നേഹവാത്സല്യങ്ങളേറ്റ് ആ കുഞ്ഞ് ഓടി നടന്ന് വളരുകയാണ്. ആ സമയത്ത് 6 കുമാരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ കൈലാസത്തിൽ ആ സമയം മഹേശ്വരന് ഒരു ചിന്തയുണ്ടാവുകയാണ്. എത്രയും പെട്ടെന്ന് ശരവണപ്പൊയ്കയുടെ അടുത്തേക്ക് പോയിട്ട് ശരവണപ്പൊയ്കയിൽ പോയിട്ട് തൻ്റെ കുഞ്ഞിനെ കാണണമെന്നും കുഞ്ഞിനെ തിരിച്ച് കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്നുള്ള തോന്നൽ മഹേശ്വരന് ഉണ്ടാകുന്നു.
ഈ കാര്യം മഹേശ്വരൻ ശ്രീ പാർവതീദേവിയോട് പറയുന്നു. പാർവതീദേവിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. അങ്ങനെ രണ്ടുപേരും കൂടി ഋഷഭവാഹനത്തിൽ കയറി ശരവണപ്പൊയ്കയിലേക്ക് പോകുന്നു. അവരവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച 6 കുമാരന്മാർ ശരവണപ്പൊയ്കയിൽ നീന്തി കളിക്കുന്നു. ഉടൻ തന്നെ പാർവതീദേവി സ്ത്രീ സഹജമായ പുത്രവാത്സല്യത്തോടു കൂടി ശരവണപ്പൊയ്കയിൽ ഇറങ്ങുകയും സ്നേഹം, മോഹം, ദയ, കൃപ എന്നീ വികാരങ്ങളോടെ 6 കുമാരന്മാരെയും മാതൃത്വ നിർഭരമായ വാത്സല്യത്തോടു കൂടി 2 കരങ്ങൾ കൊണ്ട് വാരി പുണരുകയും ചെയ്യുന്നു. ശ്രീ പാർവതീദേവിയുടെ സ്നേഹത്തോടു കൂടിയുള്ള ആ ആശ്ലേഷത്താൽ മുരുകദേവൻ്റെ തിരുമേനികൾ 6 തിരുമേനികൾ ഒന്നായി ഭവിച്ചു. അരുളും ആശിസ്സും അഭിവൃദ്ധിയും അനുകമ്പയും ദയയും മോക്ഷവും പ്രദാനം ചെയ്ത് അരുളുന്ന കുമാരദേവൻ്റെ 6 ശിരസ്സുകൾ മാത്രം ഒന്നാകാതെ ശേഷിക്കുകയും ചെയ്തു. 6 ശിരസ്സുകൾ 6 ശിരസ്സുകളായിട്ടും ശരീരം ഒന്നായും ഭവിച്ചു. സകല ലോകങ്ങളെയും ലോകജീവജാലങ്ങളെയും ഒന്നായി ഭാവിച്ച് പരിപാലനം ചെയ്തു വരുന്ന ലോകമാതാവ് 6 കുമാരന്മാരെ ഒന്നായി ഒരുവനായി അറുമുഖദേവനായി ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചു. ലോകമാതാവിൻ്റെ സ്പർശനത്താൽ 6 ശരീരങ്ങൾ ഒരു ശരീരമായി ഭവിച്ചതിൽ അവന് സ്കന്ദൻ എന്ന നാമം ഉണ്ടായി. ശ്രദ്ധിച്ചു കേൾക്കുക. ലോകമാതാവിൻ്റെ സ്പർശനത്താൽ ഷഡ്ഗാത്രങ്ങൾ ഏകഗാത്രമായി ഭവിച്ചതിനാൽ സ്കന്ദൻ എന്ന നാമം മുരുകദേവന് ഉണ്ടായി. സർവേശ്വരപുത്രൻ സ്കന്ദദേവനായി പാർവതീദേവിയാൽ ആശ്ലേഷിക്കപ്പെട്ട് ശിവസന്നിധാനത്തിലേക്ക് ആനയിക്കപ്പെട്ടു. കുമാരൻ അച്ഛനായ മഹേശ്വരനെ നമസ്കരിച്ചു. അമ്മ മകനെ മടിയിലിരുത്തി മുലപ്പാൽ നൽകി. ജ്ഞാനമാകുന്ന ആ അമൃതകുംഭം ദേവി പാൽ രൂപത്തിൽ കുമാരദേവന് നൽകി അനുഗ്രഹിച്ചു. ശക്തിയുടെ ജ്ഞാനമാകുന്ന മുലപ്പാൽ ഭുജിച്ച കുമാരൻ ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനിയായ ജ്ഞാനപണ്ഡിതനായും പിതാവിനു പോലും ഉപദേശം നൽകുന്നതിനുള്ള പാണ്ഡിത്യത്തോടു കൂടിയവനായും ഭവിച്ചു. കുമാരദേവനെ ആശ്ലേഷിച്ച് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാന്റെ അരികത്തണഞ്ഞ ശ്രീ പാർവതീദേവി ജഗത്പിതാവിനെ വന്ദിക്കുന്നതിനായി പുത്രനോട് നിർദ്ദേശിക്കുന്നു. കുഞ്ഞു മുരുകൻ തൻ്റെ പിഞ്ചിളം കരകമലങ്ങൾ കൂപ്പി സർവേശ്വരനെ വന്ദിച്ചു. തൃക്കരങ്ങൾ കൊണ്ട് കുമാരനെ എടുത്ത് ഉമ്മ വച്ച മഹാദേവൻ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ആശ്ലേഷിച്ച് മടിയിലിരുത്തി അനുഗ്രഹിച്ചു. അപ്പോൾ പാർവതി ഭഗവാന്റെ വാമഭാഗം അലങ്കരിച്ച് ഇരുന്നു. മാതാവിൻ്റെയും പിതാവിൻ്റെയും മധ്യത്തിലായി തേജോമയനായ സ്കന്ദദേവൻ അങ്ങനെ ഉപവിഷ്ടനായി. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ പാർവതീദേവിയോടും സ്കന്ദദേവനോടും കൂടി ദർശനമരുളുന്ന പരമേശ്വരനെ സോമസ്കന്ദമൂർത്തി എന്നാണ് സ്തുതിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് സോമസ്കന്ദമൂർത്തി എന്ന്? മഹേശ്വരനാണ്. ഭഗവാൻ ശ്രീ പാർവതീദേവിയോടും സ്കന്ദദേവനോടും കൂടി ചേർന്നിരിക്കുമ്പോൾ അദ്ദേഹത്തെ സോമസ്കന്ദമൂർത്തി എന്നാണ് വിളിക്കുന്നത്. മഹേശ്വരിയുടെയും മഹേശ്വരൻ്റെയും മധ്യത്തിൽ മുരുകദേവൻ ഇരുന്നരുളിയ കാഴ്ച പകലിനും രാത്രിക്കും മധ്യത്തിൽ സുന്ദര സായാഹ്നം പോലെ കാണപ്പെട്ടു. അത്ര മനോഹരമായ കാഴ്ചയായിരുന്നു അത്. ശിവമാകുന്ന സത്തും ശക്തിയാകുന്ന ചിത്തും മുരുകനാകുന്ന ആനന്ദവും ചേർന്നപ്പോൾ സച്ചിദാനന്ദം അങ്ങനെ ഉണ്ടായി. ഋഷഭവാഹനാരൂഢമായ ശിവശക്തി കുമാരന്മാരെ ദർശിച്ച മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ഇന്ദ്രാദി ദേവന്മാരും അങ്ങനെ ആനന്ദിച്ചു. തങ്ങളുടെ ദുഃഖം അകന്നിരിക്കുന്നു എന്നോർത്ത് അവർ ആശ്വസിച്ചു. പിന്നീട് അവർ 3 പേരും കൂടി കൈലാസത്തിൽ എത്തിച്ചേർന്നു. കാലം പിന്നെയും കടന്നുപോയി. ദേവന്മാർ കാത്തിരിക്കുകയാണ് തങ്ങളുടെ സങ്കടത്തിന് എന്നാണ് പരിഹാരം ലഭിക്കുന്നത് എന്ന് അറിയുന്നതിന് വേണ്ടി. ബാലമുരുകൻ
വളരെ കുസൃതി നിറഞ്ഞ ഒരു കുഞ്ഞായിരുന്നു. പ്രപഞ്ചത്തെ തന്നെ തലകീഴായി നിർത്തുന്ന സ്വഭാവമൊക്കെ മുരുകനുണ്ടായിരുന്നു. പർവ്വതങ്ങൾ സ്ഥാനം മാറ്റുക, ഇങ്ങനെയുള്ള പല വികൃതികളും കാണിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ വികൃതി കാണിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് സ്കന്ദദേവന് ദേവന്മാരുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു. കാരണം ഇത് സ്കന്ദനാണ്, മുരുകനാണ് എന്ന് അറിയാതെ അവർക്ക് മുരുകനോട് യുദ്ധം ചെയ്യേണ്ടി വന്നു. കാരണം അത്ര വികൃതിയായിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത്. ഇതേതോ അസുരബാലനാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവർ മുരുകനോട് യുദ്ധം ചെയ്തത്. ആ യുദ്ധത്തിൽ ഭൂരിഭാഗം ദേവന്മാരും വധിക്കപ്പെട്ടു. ബാലകന്റെ അത്ഭുതകരമായ ശക്തിയും യുദ്ധസാമർഥ്യവും കണ്ട് ഭയപ്പെട്ട ദേവന്മാർ പ്രാണരക്ഷാർത്ഥം ഓടിയൊളിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങൾക്കെല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു നാരദ മഹർഷി. നാരദ മഹർഷി ഓടി ദേവഗുരുവായ ബൃഹസ്പതിയുടെ അടുക്കലെത്തി വിവരം ധരിപ്പിക്കുന്നു. സംഭവം അറിഞ്ഞ ദേവഗുരു പെട്ടെന്ന് തന്നെ മഹാമേരു പർവ്വതത്തിലേക്ക് പോകുന്നു. മഹാമേരു പർവ്വതത്തിൽ മരണപ്പെട്ടു കിടന്നിരുന്ന ദേവന്മാരെയാണ് മഹർഷിക്ക് കാണാൻ സാധിച്ചത്. ഇതൊക്കെ ആരാണ് ചെയ്തത് എന്ന് ആലോചിച്ച ദേവഗുരുവിന് സ്കന്ദ ഭഗവാന്റെ കോമളമായ രൂപമാണ് മനസ്സിൽ തെളിഞ്ഞു വന്നത്. ഈ ദുരന്ത നാടകത്തിന് കാരണക്കാരൻ സർവശക്തനായ സ്കന്ദദേവനാണെന്ന് അറിഞ്ഞ ദേവഗുരു ആ തൃപ്പാദങ്ങളിൽ അഭയം പ്രാപിച്ച് സങ്കടം ഉണർത്തിക്കുകയും ചെയ്തു. സ്കന്ദദേവ, ശൂരപത്മാസുരൻ, താരകാസുരൻ, സിംഹമുഖാസുരൻ തുടങ്ങിയവരുടെ ആക്രമണങ്ങളാൽ ഇന്ദ്രാദിദേവന്മാർ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ദേവലോകം നഷ്ടപ്പെട്ട ദേവേന്ദ്രൻ മഹാമേരു പർവ്വതത്തിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ്. അവിടുത്തെ കൃപ കൊണ്ട് അസുരന്മാരെ നിഗ്രഹിക്കാമെന്ന ധൈര്യത്തോടു കൂടിയാണ് ഇന്ദ്രൻ ഇത്രകാലം തപസ്സനുഷ്ഠിച്ച് അവിടെ കഴിഞ്ഞത്. ശരവണപ്പൊയ്കയിൽ അങ്ങയുടെ അവതാര മഹിമ ദർശിച്ചതോടെ തങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അവസാനിച്ചുവെന്ന് ആശ്വസിച്ചിരിക്കുകയായിരുന്നു ഇന്ദ്രൻ. ഇപ്പോൾ അവിടുത്തെ ചേവടികളെ സേവിക്കുന്ന ഇന്ദ്രൻ ഈ ലീലാവിനോദങ്ങൾ ആര് ചെയ്തതാണ് എന്ന് മനസ്സിലാക്കാതെ അപരാധം ചെയ്തു പോയതാണ്. അറിയാതെ ചെയ്തു പോയ അപരാധമാണ്. അവിടുന്ന് ക്ഷമിക്കണം. അവിടുത്തെ തിരിച്ചറിയുവാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത്. യുദ്ധം ചെയ്ത് ഇന്ദ്രാദിദേവന്മാരെല്ലാവരും ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നു. തെറ്റു ചെയ്യുന്ന പുത്രന്മാരെ മാതാപിതാക്കന്മാർ ശിക്ഷിക്കുന്നത് ഉചിതമാണെങ്കിലും വധിക്കുന്നത് ധർമ്മമാണോ? അല്ലയോ ദേവ, കുമാരദേവ, കനിഞ്ഞരുളി ഇന്ദ്രാദിദേവന്മാരെ കാത്തരുളിയാലും തെറ്റുകൾ ചെയ്ത ദേവന്മാരോട് പുറത്ത് അരുളിയാലും ഇങ്ങനെ ദേവഗുരുവായ ബൃഹസ്പതി കുമാരദേവനോട് അപേക്ഷിക്കുന്നു. ദേവഗുരുവിൻ്റെ പ്രാർത്ഥന കേട്ട സ്കന്ദദേവൻ സംപ്രീതനാവുകയും ഇന്ദ്രാദിദേവന്മാരെ അവരവരുടെ വാഹനങ്ങളോടും ആയുധങ്ങളോടും കൂടി പുനർജനിക്കട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടുകൂടി പുനർജന്മം സിദ്ധിച്ച ദേവന്മാർ ബോധത്തോടുകൂടി ഉണർന്ന് എഴുന്നേൽക്കുകയും സ്കന്ദദേവ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവർ മഹേശ്വരപുത്രനായ സ്കന്ദദേവനോട് തങ്ങളെ രക്ഷിക്കണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തുപോയ തെറ്റുകൾക്ക് മാപ്പ് നൽകണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ മുരുകദേവൻ അവരെ രക്ഷിക്കാം എന്ന് വാക്കുകൊടുക്കുകയും അതോടുകൂടി മുരുകദേവനെ തങ്ങളുടെ സേനകളുടെ നായകനായി ദേവേന്ദ്രൻ അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ദേവസേന നായകനായി മുരുകദേവൻ മാറുകയാണ്. പിന്നീട് അവരെ രക്ഷിക്കുവാനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ ദേവന്മാരോടുകൂടി സ്കന്ദദേവൻ യുദ്ധത്തിനായി പുറപ്പെടുന്നു. സ്കന്ദദേവൻ്റെ കൂടെ ഭൂതഗണങ്ങളെല്ലാവരും ഉണ്ട്. ശിവഭൂതഗണങ്ങളും മുരുകഭൂതഗണങ്ങളും എല്ലാവരും സ്കന്ദദേവൻ്റെ കൂടെയുണ്ട്. ആദ്യമായി ഒരു ദൂതനെ അയക്കാം എന്ന ഒരു തീരുമാനത്തിലേക്ക് മുരുകദേവൻ എത്തുകയും അതോടുകൂടി ഭൂതനാഥനായ വീരബാഹുവിനെ അസുര രാജാവായ ശൂരപത്മാസുരൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ശൂരപത്മാസുരൻ തടവറയിൽ പാർപ്പിച്ചിരിക്കുന്ന ദേവേന്ദ്രൻ്റെ പുത്രൻ ജയന്തൻ ഉൾപ്പെടെയുള്ള ദേവന്മാരെ തുറന്നുവിടണം, മോചിപ്പിക്കണം എന്ന നിലയിൽ ദൂതൻ സംസാരിച്ചു. പക്ഷേ ശൂരപത്മാസുരൻ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, ദൂതനായി ചെന്ന വീരബാഹുവിനെ ഉപദ്രവിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം വന്ന് വീരബാഹു
സ്കന്ദദേവനോട് പറയുന്നു. അതിൻ്റെ ഭാഗമായി പിന്നീട് അങ്ങോട്ട് യുദ്ധമാണ്. അസുരന്മാരും ശിവഭൂതഗണങ്ങളും എല്ലാവരും ചേർന്നുള്ള ആ മഹായുദ്ധത്തിൽ താരകാസുരൻ വധിക്കപ്പെടുന്നു. സിംഹമുഖാസുരൻ വധിക്കപ്പെടുന്നു. ശൂരപത്മാസുരൻ്റെ മറ്റു ബന്ധുക്കളും സഹോദരന്മാരും അതുപോലെ തന്നെ മക്കളും എല്ലാവരും തന്നെ മന്ത്രി പ്രമുഖരും എല്ലാവരും മരണപ്പെടുന്നു. അവസാനം ശൂരപത്മാസുരൻ മാത്രമായി അവശേഷിക്കുന്നു. സ്കന്ദഷഷ്ഠി ദിവസം, അതായത് തുലാമാസത്തിലെ ഷഷ്ഠി ദിവസം, അന്നാണ് ശൂരപത്മാസുരനെ മുരുകദേവൻ വധിച്ചത്. കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠി അന്ന് മുരുകദേവൻ ശൂരപത്മാസുരനെ വധിക്കുകയും ദേവന്മാരെ രക്ഷിക്കുകയും ചെയ്തു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഈ തുലാമാസത്തിലെ ശുക്ലപക്ഷ ഷഷ്ഠി ദിവസം ശൂരപത്മാസുര വധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മഹാസ്കന്ദഷഷ്ഠിയായി നമ്മൾ ആചരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഷഷ്ഠി ദിവസം തന്നെ നമ്മൾ ആചരിക്കുന്നത്? അതായത് ഈ ശൂരപത്മാസുരനുമായുള്ള യുദ്ധസമയത്ത് ശൂരപത്മാസുരൻ തൻ്റെ മായയാൽ കുറച്ച് സമയത്തേക്ക് എല്ലാവരുടെയും കണ്ണുകളിൽ നിന്ന് ശൂരപത്മാസുരനെയും മുരുകദേവനെയും മായ്ച്ചു കളഞ്ഞു. ആർക്കും കാണാൻ സാധിച്ചില്ല കുറച്ച് നാളത്തേക്ക്, കുറച്ച് സമയത്തേക്ക്. അങ്ങനെ കുറച്ച് സമയത്തേക്ക് തൻ്റെ പൊന്നോമന പുത്രനെ കാണാതായ മഹേശ്വരി ശ്രീ പാർവതീദേവി, പ്രകൃതി രൂപിണിയായ പാർവതീദേവി, എല്ലാം അറിയുന്ന ആ ജ്ഞാനസ്വരൂപിണി, പക്ഷേ ഒരു നിമിഷം ഒരു സാധാരണ അമ്മയായി മാറി. തൻ്റെ കുഞ്ഞിനെ കാണുന്നില്ല, തൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിച്ചു എന്ന വേവലാതിയോടുകൂടി പാർവതീദേവി ദേവന്മാരും ഒരുമിച്ച് 6 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു. ആരെ പ്രാർത്ഥിച്ചു? ഷഷ്ഠീദേവിയെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഈ ഷഷ്ഠി ദിവസം മുരുകദേവൻ ശൂരപത്മാസുരനെ വധിച്ച് അമ്മയുടെയും ദേവന്മാരുടെയും എല്ലാം മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവർക്ക് ആശ്വാസം നൽകി. ആ ഓർമ്മ പുതുക്കലായിട്ടാണ് 6 ദിവസത്തെ വ്രതത്തോടു കൂടി നമ്മളെല്ലാവരും സ്കന്ദഷഷ്ഠി വ്രതം ആചരിക്കുന്നത്. അതല്ലാതെ ഭഗവാൻ അറുമുഖനാണ്, അതുകൊണ്ടാണ് 6 ദിവസം നമ്മൾ വ്രതമെടുക്കുന്നത് എന്നതല്ല. 6 ദിവസം ശ്രീ പാർവതീദേവി വ്രതമെടുത്ത് പ്രാർത്ഥിച്ചു. 6ാമത്തെ ദിവസം അമ്മയുടെ പ്രാർത്ഥന കേട്ടുകൊണ്ട് മകൻ അസുരനെ വധിച്ച് അമ്മയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അമ്മ പ്രാർത്ഥിച്ചത് ഷഷ്ഠീദേവിയെയാണ്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുക. നാളെ എല്ലാവരും മാധവത്തിലൂടെ ശൂരപത്മാസുര വധ, അത് വളരെ മനോഹരമായ ഒരു കഥാഭാഗമാണ്. അത് വളരെ വിശദമായി നമുക്ക് പറയാം. അതിൻ്റെ പിറ്റേ ദിവസവും നിങ്ങളെല്ലാവരും ചൊവ്വാഴ്ച മാധവത്തിൻ്റെ കൂടെ ഉണ്ടാകണം. അന്ന് തിരുക്കല്യാണമാണ്. ഭഗവാന്റെ വിവാഹ വിശേഷങ്ങൾ കൂടി കേട്ട് പ്രാർത്ഥിച്ചു വേണം ഈ വ്രതം അവസാനിപ്പിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക.